രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബാന്ധവം ഇന്ത്യക്ക് എന്തുമാത്രം ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്? ഇന്ത്യയിൽ ഏതെല്ലാം മേജർ പദ്ധതികൾക്കകത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യ എന്ന രാഷ്ട്രം 1947 ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇന്ത്യക്കാർ കയ്യിലോട്ട് തരുമ്പോൾ അത് കേവലമായ ഒരു ഭൂപടമോ മേൽവിലാസമോ മാത്രമായിരുന്നു, ഒരു പൂർണ്ണ രാഷ്ട്രമായിരുന്നില്ല. ആ രാഷ്ട്ര നിർമ്മിതിക്ക് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം നമ്മളെ സഹായിച്ചിട്ടില്ല എന്ന് പറയാമോ താങ്കൾക്ക്? സോവിയറ്റ് യൂണിയൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാമോ? ഇല്ല. അപ്പൊ ഇപ്പൊ താങ്കൾ പറയുന്നു അമേരിക്കയുടെ അടിമഭാവം കാണിക്കുന്നത്, അമേരിക്കയുടെ ബാന്ധവം ഉണ്ടാക്കുന്നത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിനാണ്. അന്ന് രാഷ്ട്ര താല്പര്യം പ്രധാനമായിരുന്നു. നിഷാദെ, നിങ്ങൾക്ക് ചരിത്രബോധമില്ല. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ബാന്ധവം തുടങ്ങുന്നത് എപ്പോഴാ? 1960കളുടെ അവസാനമാണ്. അല്ല, നമ്മുടെ 60കളുടെ അവസാനം രാഷ്ട്രമായി മാറിയിട്ടുള്ള എന്റെ ചോദ്യം. എന്റെ പോയിന്റ് 47 ഉണ്ടാക്കിയെന്നുള്ളതല്ല, എന്റെ പോയിന്റ് 60കളിലും നമ്മൾ രാഷ്ട്രമായിട്ടില്ല. 69 വരെ ഇന്ത്യ ഇല്ലായിരുന്നു ഇവിടെ. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഏർപ്പാട് തുടങ്ങുന്നത് 60കളുടെ അവസാനത്തിലും 70കളുടെ ആദ്യവുമാണ്. അതുവരെ സോവിയറ്റ് യൂണിയനുമായിട്ട് ഇന്ത്യയിലെ സോവിയറ്റ് യൂണിയന്റെ ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ ആദ്യം ശരിക്കും ചെക്ക് ചെയ്ത് പഠിക്കും. എന്റെ പോയിന്റ് 47 നമ്മൾ സോവിയറ്റ് യൂണിയനായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതല്ല. നാം 47 കിട്ടുമ്പോൾ പൂർണ്ണ രാഷ്ട്രമല്ല, നമ്മൾ പതിറ്റാണ്ടുകൾ എടുത്താണ് രാഷ്ട്രമെന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കിയത്. അതിന് സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബാന്ധവം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറയാണ് അമേരിക്ക, പിന്നെ ഇപ്പൊ അമേരിക്കയായിട്ടുള്ള ബന്ധം ഗുണം ചെയ്തെങ്ങനെ? അല്ല അമേരിക്ക അങ്ങനെയാണെങ്കിൽ അമേരിക്കയായിട്ട് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള സർദാർ പട്ടേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ, കോൺഗ്രസ്സുകാരനായ സർദാർ പട്ടേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഈ രൂപത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. അതിന് സോവിയറ്റ് യൂണിയന്റെ ഔദാര്യമൊന്നുമില്ല. അതിലെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വിശദീകരിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ മുന്നോട്ട് പോകാൻ പറ്റില്ല. രാജ്യങ്ങൾക്ക് പരസ്പരം സഹകരിച്ചേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു ചേരികാരനായെന്നുള്ളതല്ല. ഇവിടെ സോവിയറ്റ് യൂണിയനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയിരുന്ന കാലം ഇവിടെ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനെ മാത്രം. അവിടെ നിന്ന് നമ്മുടെ മോനമുള്ള സാർ ഇരിക്കുന്നു, അദ്ദേഹത്തിന് അറിയാം. ഇവിടെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി സോവിയറ്റ് യൂണിയനിൽ നിന്ന് പാട്ടത്തിനെടുത്ത സാധനമാണത്. ചക്ര, INS ചക്ര. ആ സാധനം ഇവിടെ മുഴുവൻ സമയവും ഇവിടെ വാർഫിൽ കിടക്കുകയായിരുന്നു. അവൻ ഉപയോഗിച്ച് ചവച്ചു തുപ്പിയ സാധനമാണ് ഇവിടെ കൊടുത്തത്. അല്ല, അതൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. അങ്ങനെയുണ്ട്. ഞാൻ പറയട്ടെ, അല്ലല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ വിഷയം തർക്കിച്ചു പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ റഫാൽ യുദ്ധവിമാനം വാങ്ങിക്കാൻ മൻമോഹൻ സിംഗും ഡീൽ ഉണ്ടാക്കിയ പൈസക്കാണോ നിങ്ങൾ വാങ്ങിക്കുന്നത്? അല്ലല്ലോ, അതിൽ കൂടുതൽ പൈസയ്ക്ക്, അതിൽ കുറവ് വിമാനങ്ങൾ എന്നുള്ളതല്ലേ പുതിയ കരാറ്. അപ്പൊ അതിനകത്ത് അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെട്ടല്ലോ. ഞാൻ പറഞ്ഞത് സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധം ഈ സൈനിക കാര്യം മാത്രം പറയല്ലേ. ഈ ഭിലായിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടാക്കാൻ ആരാ സഹായം ചെയ്തത്? ഉണ്ടാക്കാൻ സഹായം ചെയ്തത് ആരാണ്? സോവിയറ്റ് യൂണിയൻ അല്ലേ? സോവിയറ്റ് യൂണിയൻ ഇവിടുത്തെ ഹെവി വ്യവസായ മേഖലയിലെല്ലാം വലിയ തോതിലുള്ള സഹായം, എണ്ണ വ്യവസായത്തിൽ വലിയ തോതിലുള്ള ഹെവി എഞ്ചിനീയറിംഗിൽ, പെട്രോ കെമിക്കൽസിലെല്ലാം സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ നമ്മളെ ഊറ്റിയാണെന്ന് മാത്രം പറയല്ലേ. തകർന്നപ്പം ഇവിടെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ശരി, അറിയോ? സോവിയറ്റ് യൂണിയനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയിരുന്ന കാലമായിരുന്നത്. സോവിയറ്റ് യൂണിയൻ അതുപോലെ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്. പേര് കിട്ടുന്നില്ല, ആയുധങ്ങൾ കിട്ടുന്നില്ല. വലിയ പ്രശ്നമാണ്. കൃത്യമായ ഒരു ശരി. അപ്പോൾ താങ്കളുടെ പോയിന്റ് എന്താണ്? ചേരിചേരാ നയത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പോയിന്റ്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നം എടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പൊ എണ്ണ വിപണി നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണോ താങ്കളും കാണുന്നത്? എണ്ണയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തിനെ അത് ബാധിക്കും. സംശയം എന്താ കാര്യത്തില്? പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, 2 മാസത്തേക്കുള്ള എണ്ണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 2 മാസത്തേക്കുള്ള എണ്ണ. ഇൻ ദ മീൻ ടൈം നമുക്ക് വേറെ സോഴ്സ് കണ്ടെത്താനും കഴിയും. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ നിഷാദേ. ഈ സോവിയറ്റ് യൂണിയനെ അന്ധമായി വിശ്വസിച്ച് നടന്നിരുന്ന കാലത്തും സോവിയറ്റ് യൂണിയനിൽ നിന്ന് എണ്ണ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. സോവിയറ്റ് യൂണിയനെ അന്ധമായി വിശ്വസിച്ച് കാണിച്ച് അതിൻ്റെതായ ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്റെ ഷാബു പ്രസാദ്, ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ വീറ്റോ ചെയ്തത് ആരാണ്? സോവിയറ്റ് യൂണിയൻ അല്ലേ? ഇന്ത്യക്ക് അനുകൂലമായിട്ട് ആരാ വീറ്റോ ചെയ്തത്? നിങ്ങൾ രാഷ്ട്ര താല്പര്യത്തിന്റെ വലിയ ആൾക്കാരല്ലേ? ഇന്ത്യ ബംഗ്ലാദേശ് വാർ നടക്കുന്ന സമയത്ത്, പാകിസ്ഥാൻ ആ വാർ നടക്കുന്ന സമയത്ത് ആരാ കൊണ്ടുവന്നത് വീറ്റോ ഉപയോഗിച്ചത് ആരാണ്? അവർക്ക് താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ രാഷ്ട്ര സ്നേഹത്തിന്റെ ആ താല്പര്യത്തിന്റെ ഗുണഭോക്താവ് നമ്മളായിരുന്നല്ലോ. ആ താല്പര്യത്തിന്റെ ഗുണഭോക്താവ് നമ്മളല്ലേ? അവർ ഈ അവസരവും ഉപയോഗിച്ചിട്ടുണ്ട്.
അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം നമുക്ക് മോശമായിരുന്നു, നമുക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനതല്ല പറഞ്ഞത്. ശരി, ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ആയിരുന്നു. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ആയിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ പറയുന്നത് പോലെ മാത്രം നടന്നിരുന്ന കാലമായിരുന്നത്. ശരി, മുഖത്ത് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തെ ഉണ്ടാക്കുന്നതിൽ സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് പറയണമല്ലോ. ഞാൻ ചോദിക്കുന്ന പോയിന്റ് ഇതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാബു പ്രസാദ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ രാജ്യം ഉണ്ടാക്കുന്നതിൽ ഈ രാഷ്ട്രം ഉണ്ടാക്കുന്നതിൽ സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു ചുക്കുമില്ല, കച്ചവട ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞേ. സോവിയറ്റ് യൂണിയൻ നമ്മളുടെ ബന്ധത്തിൽ നമ്മൾ ദുർബല രാഷ്ട്രമായിരുന്നു അന്ന്. അത് ഫ്രീയായിട്ട് തന്നൊന്നുമല്ല, കാശ് കൊടുത്തിട്ടാ മേടിച്ചത്. അവർ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ കാശ് കൊടുത്താ മേടിച്ചത്. അപ്പൊ നയതന്ത്ര തലത്തിൽ ഗുണം ഉണ്ടായിട്ടില്ല. ഇന്ത്യ ഇവിടെ യുദ്ധ താല്പര്യങ്ങൾക്കകത്ത് ഗുണം ചെയ്തിട്ടില്ല, ഒന്നും ഗുണം ചെയ്തിട്ടില്ല. ശരി, അപ്പൊ എന്റെ ചരിത്രബോധം കുഴപ്പം. താങ്കളുടെ ചരിത്രബോധം ഗംഭീരം. ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം, ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോയിക്കോട്ടെ. അപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയുടെ പ്രാധാന്യം അവർക്ക് അറിയാമായിരുന്നു, അത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്.